പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 3യിലെ സിമ്പിൾ എസ്റ്റിമേഷൻ എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. At times we may not know or need an exact amount of things and an estimate is sufficient for the purpose at hand. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചില സാധനങ്ങളുടെ ഒരു എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് ഒന്നെങ്കിൽ ആവശ്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് അറിയത്തില്ലായിരിക്കാം. നമുക്ക് ഒരു എസ്റ്റിമേറ്റായിട്ടുള്ള ഒരു ഏകദേശ കണക്ക് മാത്രം നമുക്ക് അതിന് സഫിഷ്യൻ്റായിട്ട് ഉള്ളായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, യുവർ സ്കൂൾ ഹെഡ് മാസ്റ്റർ മൈറ്റ് നോ ദി എക്സാക്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങളുടെ സ്കൂളിൽ എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എക്സാക്റ്റ് നമ്പർ അറിയാം. ബട്ട് യു മേ ഒൺലി നോ ആൻ എസ്റ്റിമേറ്റഡ് കൗണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് മാത്രമേ അറിയത്തുള്ളൂ? എസ്റ്റിമേറ്റഡ് കൗണ്ട് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു 500 സ്റ്റുഡൻസ് ഉണ്ടെന്നൊരു എസ്റ്റിമേറ്റഡ് കണക്കാണ്. പക്ഷേ കറക്റ്റ് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? ഹെഡ് മാസ്റ്ററിന് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ചില സമയങ്ങളിൽ നമുക്ക് ഒന്നെങ്കിൽ എക്സാക്റ്റ് കൗണ്ട് നമുക്കറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകദേശ കണക്ക് മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരിക്കാം. ഓക്കെ, പരോമിതാസ് ക്ലാസ് സെക്ഷൻ ഹാസ് 32 ചിൽഡ്രൻ. പരോമിതയുടെ ക്ലാസ് സെക്ഷനിൽ 32 കുട്ടികളുണ്ട്. ദി അതർ 2 സെക്ഷൻസ് ഓഫ് ഹെയർ ക്ലാസ് ഹാവ് 29 ആൻഡ് 35 ചിൽഡ്രൻ. അവളുടെ ക്ലാസ്സിൻ്റെ മറ്റ് 2 സെക്ഷനുകളിൽ 29ഉം 35ഉം കുട്ടികൾ വീതമുണ്ട്. സോ ഷീ എസ്റ്റിമേറ്റഡ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഹെയർ ക്ലാസ് ടു ബി അബൌട്ട് 100. അപ്പോൾ അവളുടെ ക്ലാസ്സിൽ മുഴുവൻ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് അവൾ എസ്റ്റിമേറ്റ് ചെയ്തു? 100 സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് അവൾ എസ്റ്റിമേറ്റ് ചെയ്തു. അവളുടെ സെക്ഷനിൽ 32 ഉണ്ട്. അതേപോലെ ആ ക്ലാസ്സിൻ്റെ മറ്റ് 2 സെക്ഷനുകളിൽ 29ഉം 35ഉം വെച്ചുണ്ട്. അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് കൗണ്ടാണ്, കറക്റ്റായിട്ടുള്ളൊരു എക്സാക്റ്റ് കൗണ്ടല്ല. അവളെ എസ്റ്റിമേറ്റ് ചെയ്തത് എത്രയാണ്? 100 സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. എലോങ് വിത്ത് ക്ലാസ് 6, her school also has class 7 to 10 and each class has 3 section each. അപ്പോൾ ക്ലാസ് 6ൻ്റെ കൂടെ തന്നെ അവളുടെ സ്കൂളിൽ ക്ലാസ് 7 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സസ് ഉണ്ട്. ഓരോ ക്ലാസ്സിനും 3 സെക്ഷൻസ് വീതമുണ്ട്. ഷീ അസ്യൂംഡ് എ സിമിലർ നമ്പർ ഇൻ ഈച്ച് ക്ലാസ് ആൻഡ് എസ്റ്റിമേറ്റഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹെയർ സ്കൂൾ ടു ബി അറൗണ്ട് 500. അപ്പോൾ ക്ലാസ് 6ൽ മൊത്തം 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട്? 7, 8, 9, 10 ഇത്രയും ക്ലാസ്സസും കൂടെ ഉണ്ട്. അപ്പം ഈ സിമിലർ നമ്പർ തന്നെയാണ് അവൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും 100 വെച്ച് അവൾ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ മൊത്തം 500 സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് അവൾ എന്ത് ചെയ്തു? എസ്റ്റിമേറ്റ് ചെയ്തു. അവൾ ആ സ്കൂളിൽ മൊത്തം 500 സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് അവൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് എക്സാക്റ്റ് കൗണ്ട് അല്ല, എസ്റ്റിമേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള എത്ര ആണെന്ന് നമുക്കറിയില്ല, അവൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എഴുതിയതാണ് 500. ഇനി നമുക്കിവിടെ ഒരു ഫിഗർ ഇറ്റ് ഔട്ട് ഉണ്ട്, നോക്കിയേ. വി ഷാൽ ഡു സം സിമ്പിൾ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ നമുക്ക് സിമ്പിൾ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളതാണ്. ഇറ്റ് ഈസ് എ ഫൺ എക്സസൈസ് ആൻഡ് യു മേ ഫൈൻഡ് ഇറ്റ് അമ്യൂസിങ് ടു നോ ദ വേരിയസ് നമ്പേഴ്സ് അറൗണ്ട് us. Remember, we are not interested in the exact numbers for the following question. Share your methods of estimation with the class. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റെപ്സ് യു വുഡ് ടേക്ക് ടു വർക്ക്. അപ്പോൾ നമ്മൾ നടക്കാനെടുക്കുന്ന സ്റ്റെപ്പുകൾ എത്രയാണ് എന്ന് പറയണം. ഫ്രം ദി പ്ലേസ് യു ആർ സിറ്റിംഗ് ടു ദി ക്ലാസ് ഡോർ. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ പ്ലേസിൽ നിന്ന് ക്ലാസ് റൂം ഡോർ വരെ എത്ര സ്റ്റെപ്സ് ആണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് സ്റ്റെപ്പിന് വ്യത്യാസം വരാം. അപ്പോൾ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റഡ് ആണ് എഴുതുന്നതെന്ന് പറഞ്ഞു, എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇത് എഴുതാം. അപ്പം ഞാനിവിടെ ഒരു 30 സ്റ്റെപ്സ് എന്ന് എഴുതുന്നു. അടുത്തത്, അക്രോസ് ദ സ്കൂൾ ഗ്രൗണ്ട് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് എൻഡ് ചെയ്യുന്നിടം വരെ എത്ര സ്റ്റെപ്സ് എടുക്കും എന്നുള്ളത് എഴുതണം. അപ്പോൾ ഞാനിവിടെ ഒരു 650 സ്റ്റെപ്സ് എന്ന് എഴുതുന്നു. അടുത്തത്, ഫ്രം യുവർ ക്ലാസ് റൂം ഡോർ ടു ദി സ്കൂൾ ഗേറ്റ്.
ക്ലാസ് റൂം ഡോറ് തൊട്ട് സ്കൂൾ ഗേറ്റ് വരെ എത്ര സ്റ്റെപ്സ് ആണ് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ഞാനൊരു 500 സ്റ്റെപ്സ് എന്ന് എഴുതുന്നു. എസ്റ്റിമേഷൻ ആണ്. അടുത്തത് ഫ്രം യുവർ സ്കൂൾ ടു യുവർ ഹോം, സ്കൂൾ തൊട്ട് ഹോം വരെ. അപ്പം നിങ്ങളുടെ എത്രയാണ് എന്ന് നോക്കി എഴുതുക. ഞാനൊരു 15,000 സ്റ്റെപ്സ് എന്ന് എഴുതുന്നു. ഓക്കെ. ഇനി നമ്പർ ഓഫ് ടൈംസ് യു ബ്ലിങ്ക് യുവർ ഐസ് ഓർ നമ്പർ ഓഫ് ബ്രീത്ത്സ് യു ടേക്ക്. ഇനി അടുത്തത് നമ്മുടെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ് എന്നും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ് എന്നുള്ളതുമാണ് എഴുതേണ്ടത്. അത് ഇൻ എ മിനിറ്റ്, ഇൻ ആൻ അവർ, ഇൻ എ ഡേ. ഇത് 3 നമ്മൾ എഴുതണം. ഒരു മിനിറ്റിൽ എത്രയാണ്, ഒരു മണിക്കൂറിൽ എത്രയാണ്, ഒരു ദിവസത്തിൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മളുടെ കണ്ണുകൾ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റഡ് കണക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണല്ലേ. അപ്പോൾ ഈ 60 സെക്കൻഡ്സിലും നമ്മൾ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഐസ് ബ്ലിങ്ക് ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര എഴുതാം? അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നത് 1 മിനിറ്റിൽ 10 ടൈംസ് എഴുതാം. നമുക്ക് ബ്രീത്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ കൗണ്ട് ചെയ്തിട്ടല്ല എഴുതുന്നത്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഇത് നമുക്കൊരു 20 ടൈംസ് എഴുതാം കേട്ടോ. നമ്മൾ 1 മിനിറ്റിൽ 20 ടൈംസ് ബ്രീത്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു മിനിറ്റിൽ 10 ടൈംസ് ആണ് ഐസ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം നമ്മുടെ ഐസ് നമ്മൾ ബ്ലിങ്ക് ചെയ്യും? അപ്പോൾ 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ 1 മിനിറ്റിൽ 10 ടൈംസ് ആണ് എങ്കിൽ 60 മിനിറ്റ്സിൽ എത്ര ടൈം ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? 10 × 60 ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ 600 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ 20 ടൈംസ് ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ടൈംസ് ബ്രീത്ത് ചെയ്യും? 20 × 60 ചെയ്താൽ മതി അല്ലേ. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 2s are 12, 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 1200 ടൈംസ് നമ്മൾ 1 മണിക്കൂറിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ദിവസം നമ്മുടെ ഐസ് നമ്മൾ എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നു? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഐസ് ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ 1 ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. ഈ 24 hours നിന്ന് നമ്മളൊരു 8 hours സ്ലീപ്പ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി എത്ര അവേഴ്സ് ഉണ്ട്? 16 hours ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 600നെ നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16 × 6, 6 6 are 36, 1 × 6 6, 6 + 3 9. അപ്പോൾ 9 6, 600ൻ്റെ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 9600 ടൈംസ് നമ്മൾ ഒരു ദിവസം നമ്മുടെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഒരു ദിവസം എത്ര ടൈംസ് നമ്മളപ്പോൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഈ 1200നെ നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 24 × 12, 4 2s are 8, 2 2s are 4, 4 2 8 8 2. അപ്പോൾ 2 8 8 ഇതിൻ്റെ 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ എങ്ങനെ എഴുതിയെന്ന്? ഇനി അടുത്തത് നെയിം സം ഒബ്ജക്ട്സ് അറൗണ്ട് യു ദാറ്റ് ആർ എ ഫ്യൂ തൗസൻഡ് ഇൻ നമ്പർ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ചില ഒബ്ജക്റ്റുകളുടെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫ്യൂ തൗസൻഡ് ഇൻ നമ്പർ, അതായത് തൗസൻഡ്സിൽ വരുന്ന, നമ്പറിൽ തൗസൻഡ്സിൽ വരുന്ന ചില ഒബ്ജക്റ്റുകളുടെ പേര് പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളത് നമ്മുടെ ചുറ്റുമുള്ളത് എന്തൊക്കെ നമുക്ക് എഴുതാം? ലീവ്സ് ഓഫ് ട്രീ എഴുതാം അല്ലേ, അത് 1000ന് മുകളിൽ വരും. റൈസ് എഴുതാം, സീഡ്സ് എഴുതാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം അല്ലേ. പിന്നെ എന്താ? മോർ ദാൻ 10,000 ഇൻ നമ്പർ, 10,000ൽ കൂടുതൽ വരുന്നത് നമ്മുടെ ചുറ്റുമുള്ളത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ എഴുതണം. എന്തൊക്കെ എഴുതാം? വേർഡ്സ് ഇൻ എ ബുക്ക് എഴുതാം, ത്രെഡ്സ് ഇൻ എ ഫാബ്രിക് എഴുതാം, പിന്നെ സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ എഴുതാം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.